അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം ഒന്നാമത്തെ പരീക്ഷ ഉണ്ടല്ലോ, അതിൽ വന്ന ചോദ്യപേപ്പറുകളാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. ഒന്നാമതായിട്ട് വന്നിട്ടുള്ളത് ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ച് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണെന്നുള്ളതാണ്. മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിന് എത്രയാണ് പ്രതിഫലം ഉണ്ടാവുക? 500 മടങ്ങ്, 1000 മടങ്ങ്, 1,00,000 മടങ്ങ്. ഏതാണ്? 3 പള്ളികൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മസ്ജിദുൻ നബവി, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ അല്ലേ? 3 നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. മസ്ജിദുൻ നബവിയിൽ 1000 മടങ്ങ് പ്രതിഫലം എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ അതിന് ശരി അടയാളപ്പെടുത്തി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, ഉസ്താദിൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരിക്കലും കാൽ നീട്ടിയിരുന്നില്ല. നമ്മൾ 4 ഇമാമികളെക്കുറിച്ച് പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഇമാമിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഉസ്താദിൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് കാൽ നീട്ടാറുണ്ടായിരുന്നില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ? അടുത്ത ചോദ്യമുള്ളത്, ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഫലസ്തീനിൽ നിന്ന് എത്തിച്ചതാരാണ്? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവമൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? സുലൈമാൻ നബി അലൈഹി സ്വലാം ആസഫ് ബിൻ ബർഖിയ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ആരായിരുന്നു? ആസഫ് ബിൻ ബർഖിയാണ് എത്തിച്ചത്. നമ്മൾ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കട്ടോ. അടുത്ത ചോദ്യം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും. എന്ത് സംഭവത്തെക്കുറിച്ചാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുമെന്ന് പറഞ്ഞത്? നമ്മൾ യുദ്ധത്തിൻ്റെ പാഠത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏതൊക്കെ നോക്കാം? ഖുർആൻ മലിനമാക്കൽ, കളവ് പറയൽ, ചെറുദോഷം ചെയ്യുക. ഇതിനെക്കുറിച്ചാണ് ആ യുദ്ധത്തിൻ്റെ പാഠത്തിൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞതില്ലേ? ഖുർആൻ മലിനമാക്കുന്നതില്ലേ? പല രൂപത്തിൽ ഇസ്ലാമിൽ നിന്ന് വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടൊക്കെ പോകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? അവിടെ പറയുന്നുണ്ട് ഖുർആൻ മലിനമാക്കൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു കാരണമാണെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 5ാമത്തെ ചോദ്യം, മകനെ ഫാത്തിഹ പഠിപ്പിച്ചതിന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉസ്താദിന് പാരിതോഷികം നൽകി. അബൂ ഹനീഫ ഇമാം എത്രയാണ് പാരിതോഷികം നൽകിയത് ഉസ്താദിന്? 1000 ദിർഹം, 50 ദിർഹം, 500 ദിർഹം അല്ലേ? ഫാത്തിഹ പഠിപ്പിച്ചതിൻ്റെ പേരിൽ ഉസ്താദിന് പാരിതോഷികമായിട്ട് കൊടുത്തത് 500 ദിർഹമാണ് അല്ലേ? അടുത്തൊരു ചോദ്യമുള്ളത്, മണ്ണ് എന്നർത്ഥം. മണ്ണ് എന്നുള്ളതിൻ്റെ അറബി എന്താണ്? ത്വഈനുണ്ട്, ത്വീനുണ്ട്, ബത്തുനുണ്ട്. എന്താണ്? നമ്മൾ അറബി പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചില അറബി വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ത്വീനാണ് എന്ത്? മണ്ണ് എന്ന് പറഞ്ഞാൽ. ത്വഈൻ എന്നുള്ളതും ബത്തിന് എന്നുള്ളതൊക്കെ പാഠത്തിലുണ്ട്. ബത്തിന് പറഞ്ഞാൽ വയറാണ്, ത്വഈൻ പറഞ്ഞാലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് എല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇൻഷാ അല്ലാഹ്. അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ചേരുമ്പടി ചേർക്കുക എന്നുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ചേരുമ്പടി ചേർക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് രണ്ടാമതായിട്ട് വരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എല്ലാം ഒന്ന് കൃത്യമായിട്ട് വായിച്ച് അത് കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എഴുതി കൊടുത്താൽ മതി. ആദ്യം തന്നെ എഴുതി കൊടുത്ത് പിന്നെ അത് വെട്ടിട്ട് പിന്നെ രണ്ടാമത് എഴുതി കൊടുത്ത് അങ്ങനെയൊക്കെ വൃത്തികേടാക്കരുത്. ആദ്യം നമ്മൾ 2 ഭാഗം കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ ഗൗസുൽ ആലം എന്ന പേരിൽ പ്രസിദ്ധനായി. കൂഫയിൽ ജനിച്ചു. ഖുർആൻ കേട്ട് മനസ്സുമാറി തൗബ ചെയ്തു. അഖീദയിൽ നമ്മുടെ ഇമാമ്. മദീനയിൽ ജനിച്ചു. ഇതൊക്കെ ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളതാണ് പുറത്ത് പറയുന്നത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഫുളൈൽ ബിൻ അയ്യാദ് റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അല്ലേ? അപ്പോൾ ഇതിൽ ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് അറിയണത് മാത്രം ആദ്യം എഴുതുക. സംശയമുള്ളത് നമ്മൾ ആദ്യം എഴുതുക. ഇതൊക്കെ അവസാനം എഴുതിയാൽ മതി കേട്ടോ. നമ്മൾ പേപ്പറിൽ വെട്ടിത്തിരുത്തുകൾ പരമാവധി ഒഴിവാക്കുക. നമുക്ക് നോക്കുക. ഒന്നാമത്തെ ഗൗസുൽ ആലം എന്ന പേരിൽ പ്രസിദ്ധനായതാരാ? നമ്മൾ അറിയില്ലേ? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആണല്ലേ? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അപ്പോൾ എന്ന് നമുക്കിവിടെ കൃത്യമായിട്ട് തെറ്റില്ലാതെ എഴുതി കൊടുക്കാം. രണ്ടാമത്തത് കൂഫയിൽ ജനിച്ച ആളാരാണ്? കൂഫയിൽ ജനിച്ച ആളാരാണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണല്ലേ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൂഫയിലാണ് ജനിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എ എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് അഖീദയിൽ നമ്മുടെ ഇമാമാരാ? അഖീദയിൽ അതിന് മുമ്പുണ്ട് ഖുർആൻ കേട്ട് മനസ്സു മാറി തൗബ ചെയ്തതാരാ? ഖുർആൻ കേട്ട് മനസ്സു മാറി ആ കൊള്ളക്കാരനായിരുന്ന ഫുളൈൽ ബിൻ ഇയാദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതില്ലേ? അപ്പോൾ നമുക്കിവിടെ ഡി എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് അഖീദയിൽ നമ്മുടെ ഇമാമാരാണെന്നുള്ള. അഖീദയിൽ നമ്മുടെ ഇമാം ആരാണ്? അഖീദയിൽ നമ്മുടെ ഇമാം? ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു ആണല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബി എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു. മദീനയിൽ ജനിച്ചതാരാ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. സി എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു വട്ടം നമ്മൾ എഴുതാവും. പക്ഷേ നമുക്ക് ആലോചിച്ച് എഴുതിയാൽ മതി. പക്ഷേ തെറ്റില്ലാതെ എഴുതണം കേട്ടോ. അവിടെ വെട്ടിത്തിരുത്തലോ നമ്മൾ വരുത്താൻ പാടില്ല.
അടുത്ത ചോദ്യം ഉള്ളത് എന്താണ്? നമുക്ക് വേറെ ചോദ്യം പേപ്പറിൽ നോക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്താനുള്ള ചോദ്യം തന്നെയാണ്. ജുമുഅ ഇല്ല, മസ്ജിദിൽ വെച്ചുള്ള ജമാഅത്തും ഇല്ല. അത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? യാത്രക്കാരെ കുറിച്ച് പറഞ്ഞാണ്, സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞാണ്, കുട്ടികളെക്കുറിച്ച് പറഞ്ഞാണ്. എന്താണ്? യാത്രക്കാർക്ക് പള്ളിയിൽ നിസ്കരിക്കല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. ജുമുഅ ഉണ്ടോ? ജുമുഅ വേണമെങ്കിൽ ജുമുഅ നിസ്കരിക്കുകയും ചെയ്യും, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. സ്ത്രീകളെക്കുറിച്ചില്ലേ, സ്ത്രീകളെക്കുറിച്ചാണ് പറഞ്ഞത്. ജുമുഅ ഇല്ല, അതുപോലെ തന്നെ മസ്ജിദിൽ വെച്ചുള്ള ജമാഅത്തും ഇല്ല എന്നല്ലേ. അപ്പോൾ സ്ത്രീകൾ എന്നുള്ളതാണ് ശരി കേട്ടോ. അടുത്ത ചോദ്യം, തഖ്വയുള്ളവർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. എന്തിനെക്കുറിച്ചാണ് തഖ്വയുള്ളതിനെ കുറിച്ച് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞത്? റിദ്ദത്ത്, മാജിക്ക്, കറാമത്ത്. റിദ്ദത്ത് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിന് പുറത്തു പോലും. അത് തഖ്വയുള്ളവർക്ക് നടക്കുന്ന കാര്യമല്ല. മാജിക്ക് ആർക്കും പഠിച്ച് ചെയ്യാവുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചതില്ലേ. കറാമത്തോ? അത് കറാമത്ത് തഖ്വയുള്ള ആൾക്ക് മാത്രമേ എന്തേ ഉള്ളൂ, നടക്കുകയുള്ളൂ. എല്ലാവർക്കും നടക്കുകയില്ല. അപ്പോൾ കറാമത്തിന് ശരിയായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. അടുത്ത ചോദ്യം, ഹിജ്റ 50 കൂഫയിൽ ജനിച്ചു. ആരാണ് ഹിജ്റ 50 കൂഫയിൽ ജനിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞുല്ലേ. ആരാണ് നമുക്ക് മുമ്പ് അറിയാം അല്ലേ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു. ആരാണ്? ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു. കൂട്ടത്തിൽ നമ്മൾ ഈ കാര്യമൊക്കെ പഠിച്ചു വെക്കണ്ടോ? ഹിജ്റ 50 ഹിജ്റ 80 കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതുപോലെ വേറെ കാര്യമുള്ളത്, ചിലപ്പം ഞാൻ അപ്പുറത്തെ വേറെ ഏതെങ്കിലും ചോദ്യത്തിൽ ഇമാം അബു ഹനീഫ ഇമാം എവിടെ ജനിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ കൂഫ എന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ചില ചോദ്യത്തിൽ മറ്റ് ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ടെക്നിക്കിലൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ കൂട്ടത്തിൽ. പിന്നെ വേറെ ചോദ്യം, 10 മണി എന്ന അർത്ഥം. 10 മണി എന്നെങ്ങനെ അറബിയിൽ പറയാം? അസ്സാഅത്തു സാബിഅത്തു, അസ്സാഅത്തുൽ ആഷിറത്തു, അസ്സാഅത്തു സാദിസ. എന്താണ് പറയുക? സാബി എന്ന് പറഞ്ഞാൽ എത്ര അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിക്കാം കേട്ടോ. സാബി എന്ന് പറഞ്ഞാൽ എത്ര? 7 ആണല്ലേ. ആഷിറ പറഞ്ഞാൽ 10 സാദിസ പറഞ്ഞാൽ 6. അപ്പോൾ എന്താണ് 10 മണിക്ക് എന്താ പറയുക? അസ്സാഅത്തുൽ ആഷിറ എന്ന് പറയില്ലേ. ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം ഉള്ളത്, യാ ഗുലാം മൻ അബൂക്ക. യാ ഗുലാം മൻ അബൂക്ക. ഇത് ചോദിച്ചത് ആരാ? യാ ഗുലാം മൻ അബൂക്ക എന്ന് ചോദിച്ചത് ആരാണ്? ജുറൈജ് റളിയല്ലാഹു അൻഹു ആണ്. റായിയാണ്, ബനു ഇസ്രായേലാണ്. ആരാണ്? ജുറൈജ് റളിയല്ലാഹു അൻഹു. റായി ആരാ അല്ലേ? ഒക്കെ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചതാണ് കേട്ടോ. കൃത്യമായിട്ട് ആ അറബി പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ചോദിച്ചത് ആരാ? ജുറൈജ് റളിയല്ലാഹു അൻഹു ആണല്ലേ. യാ ഗുലാം മൻ അബൂക്ക, നിൻ്റെ ബാപ്പ ആരാണെന്നുള്ളത് ചോദിച്ചത് ആരാ? ജുറൈജ് റളിയല്ലാഹു അൻഹു ആണല്ലേ. അപ്പോൾ ആ കുട്ടി സംസാരിച്ച് നമ്മൾ കേട്ട് പാഠത്തിൽ പഠിച്ചതാണല്ലേ. പിന്നെ അടുത്ത, മകനെ ഫാത്തിഹ പഠിപ്പിച്ചതിന് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ഉസ്താദിന് നൽകിയ പാരിതോഷികം അല്ലേ. അത് നമ്മൾ മറ്റേ ചോദ്യപ്പുറം കണ്ടു കേട്ടോ. 1000 ദിർഹം, 10000 ദിർഹം അല്ല, 100 ദിർഹം, 1000 ദിർഹം, 500 ദിർഹം. എത്രയാണ്? 500 ദിർഹമാണ് കൊടുത്തത് അല്ലേ. നമ്മൾ കഴിഞ്ഞ പേപ്പറിലും കണ്ടതാണ്. ഇനി നേരത്തെ കണ്ടതുപോലെ തന്നെ ചേരുമ്പോൾ ചേർക്കേണ്ട ചോദ്യങ്ങളാണ്. 2 ഭാഗം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഒന്നാമത്തത്, തൗബ ചെയ്ത് മഹാനായി. തൗബ ചെയ്തിട്ട് എന്ത് ചെയ്തു? മഹാനായ ആൾ അല്ലേ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉസ്താദ്, അൽ ഗൗസുൽ ആദം എന്ന പേരിൽ പ്രസിദ്ധനായത്. 4 ഇമാമുകളിൽ പ്രഥമൻ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ്. അപ്പോൾ 2 ഇമാമിൻ്റെ ഉസ്താദിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം സുഹരി റളിയല്ലാഹു അൻഹു, ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച സംഭവം തന്നെ ഇതിലുണ്ട് കേട്ടോ അല്ലേ. തൗബ ചെയ്ത് മഹാനായി ആരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? ഫുളൈൽ ബിൻ ഇയാദിലെ. തൗബ ചെയ്ത് മഹാനായത് ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. ഈയാണ് ഉത്തരം. അടുത്ത ചോദ്യമുള്ളത്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് ആരാണെന്നുള്ളതാണ്. ആരാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണല്ലേ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അടുത്ത ചോദ്യമുള്ളത്, അൽ ഗൗസുൽ ആദം എന്ന പേരിൽ പ്രസിദ്ധനായത് ആരാ? അൽ ഗൗസുൽ ആദം എന്ന പേരിൽ പ്രസിദ്ധനായത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആണല്ലേ. ഇപ്പോൾ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്ത 4 ഇമാമുകളിൽ പ്രഥമൻ. 4 ഇമാമുകളിൽ ആദ്യത്തെ ആരായിരുന്നു? ഇമാം അബു ഹനീഫ. ഇമാമുൽ ആലം എന്ന് നമ്മൾ പഠിച്ചതില്ലേ. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു കുറിച്ചാണ് ആദ്യത്തെ പ്രഥമൻ എന്ന് പറയുന്നത് അല്ലേ. അടുത്തത്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉസ്താദാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉസ്താദ് ആരാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് ആരായിരുന്നു? ഇമാം സുഹരി റളിയല്ലാഹു അൻഹു അല്ലേ. ഇമാം സുഹരി റളിയല്ലാഹു അൻഹു ആണ്. നമുക്ക് ഡി എന്ന് എഴുതി കൊടുക്കാം കേട്ടോ. ഇമാം സുഹരി റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മൾ 2 ഭാഗവും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി അറിയുന്നത് മാത്രം കൃത്യമായിട്ട് എഴുതി, ബാക്കിയുള്ളത് പിന്നെ നമുക്ക് കണ്ടെത്തിയാലും കുഴപ്പമില്ല. ഇവിടെ എങ്ങനെ തെറ്റും അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ വരുത്തരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ല വൃത്തിയായിട്ട് പേപ്പറിൽ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ചേരുമ്പടി ഉള്ളൊക്കെ ചോദ്യം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങളാണ് വരിക. വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്.
ഒന്നാമത്തത് സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ ഡാഷ് ധരിക്കണം. എന്താ ധരിക്കേണ്ടത്? സ്ത്രീകൾ പുറത്തു പോകുന്ന സമയത്ത് എന്ത് ധരിക്കണം? പറഞ്ഞു നോക്കൂ, നിങ്ങൾ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കൂ. നമ്മൾക്കിവിടെ എഴുതി നോക്കാം. എന്ത് ധരിക്കണം? ഹിജാബ് ധരിക്കണം എന്നുള്ള അല്ലേ. സ്ത്രീകൾ പുറത്തു പോകുന്ന സമയത്ത് ഹിജാബ് ധരിക്കണം. അടുത്ത ചോദ്യം എന്താ ഉള്ളത്? ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം ഡാഷാണ്. എന്താണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം? നിങ്ങൾക്കറിയോ? ഒന്ന് പറഞ്ഞു നോക്കൂ. പറയൂ. വിശുദ്ധ ഖുർആനാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം, അറിവ് പഠിപ്പിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി ഡാഷ് ശുദ്ധമാക്കണം. എന്താണ് അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി ശുദ്ധമാക്കേണ്ടത്? എന്താണ്? പറഞ്ഞു നോക്കൂ. മനസ്സ് ശുദ്ധിയാക്കണം അല്ലേ. എത്ര ആൾക്ക് കിട്ടിയ ആളുകളൊക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് എത്ര ആൾക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം. അടുത്തത്, മുർത്തദ്ദായാൽ ശാശ്വതമായ ഡാഷ് ആണ് ശിക്ഷ. എന്താണ്? പറഞ്ഞു നോക്കൂ. നരകവാസമാണ് ശിക്ഷ അല്ലേ. ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. അടുത്ത ചോദ്യമുള്ളത് എന്താണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഡാഷിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. എവിടെയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്? ജന്നത്തുൽ ബഖീയിലാണല്ലേ. ജന്നത്തുൽ ബഖീ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയില്ലേ? ജന്നത്തുൽ ബഖീയിലാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് കേട്ടോ. അടുത്ത്, പണ്ഡിതന്മാരെ കുറ്റം പറയൽ ഡാഷിനു കാരണമാകും. പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞാൽ എന്തുണ്ടാവും എന്നാണ് പറഞ്ഞത്? നമ്മൾ പഠിച്ചത് പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞാൽ സർവനാശത്തിന് കാരണമാകും അല്ലേ. അപ്പോൾ നമ്മൾ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ വരും. അത് പാഠത്തിലുള്ള ഓരോ വരികൾ ഡാഷ് ഇട്ടിട്ട് തരികയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട്, പ്രധാനപ്പെട്ട വരികളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യ പേപ്പറിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാവുന്ന ഭാഗങ്ങൾ നമുക്ക് നോക്കുക. എന്താണുള്ളത്? ഒന്ന്, സ്ത്രീകൾ വീടിൻ്റെ ഡാഷിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലത്. എന്താണ്? സ്ത്രീകൾ വീടിൻ്റെ, പറഞ്ഞു നോക്കൂ, വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അടുത്തൊരു ചോദ്യം എന്താണ്? വിശുദ്ധ ഖുർആനാണ് ഡാഷിൻ്റെ അടിസ്ഥാന പ്രമാണം. എന്താണ് വിശുദ്ധ ഖുർആൻ? എന്തിൻ്റെ അടിസ്ഥാന പ്രമാണം പറഞ്ഞത്? വിശുദ്ധ ഖുർആനാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. അടുത്ത ചോദ്യം എന്താ? ചെറുപ്പകാലത്ത് ഡാഷിൽ കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. ചെറുപ്പകാലത്ത് ഡാഷ് കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. എന്താണ് നമ്മൾ പഠിച്ചത്? ചെറുപ്പകാലത്ത് അറിവ് പഠിക്കുന്നതിലെ ചെറുപ്പകാലത്ത് അറിവ് പഠിക്കുന്നത് ഡാഷ് ചെറുപ്പകാലത്ത് അറിവ് പഠിക്കുന്നത് കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. അപ്പോൾ നമ്മൾ ഈ രൂപത്തിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പാഠത്തു നിന്ന് മനസ്സിലാക്കി വെക്കട്ടോ. അടുത്തത്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഡാഷിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ. എവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്? ജന്നത്തുൽ ബഖീയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. കഴിഞ്ഞ പേപ്പറിലും അതുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യമുള്ളത്, തെറ്റു ചെയ്തു പോയതിൽ ഡാഷ് തൗബയുടെ ഷർത്താണ്. തെറ്റ് ചെയ്തു പോയതിൽ എന്താണ് അല്ലേ? നമുക്ക് നോക്കാം. എന്താണ്? ഖേദിക്കൽ. തെറ്റ് ചെയ്തു പോയതിൽ ഖേദിക്കൽ തൗബയുടെ ഷർത്താണ്. അടുത്ത ചോദ്യം, വസൗഫ നദ്ഹബു ഇല ഡാഷ് ബഅദൽ അസ്രി അല്ലേ. നമ്മൾ അറബിയുള്ള പാഠഭാഗം ഉണ്ടായിരുന്നു, അതിനുള്ള ചോദ്യമാണ്. സൗഫ നദ്ഹബു, നമ്മൾ പിന്നീട് പോകും, ഇല ഡാഷ് ബഅദൽ അസ്രി, അസറിൻ്റെ ശേഷം എടുക്കാൻ പോകാമെന്ന് പറഞ്ഞത്? ഇലൽ ബൈത്തി അല്ലേ, വീട്ടിലേക്ക് പോകുന്ന പറഞ്ഞത് കേട്ടോ. സൗഫ നദ്ഹബു ഇലൽ ബൈത്തി ബഅദൽ അസ്രി, അസറിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യത്തിന് ശേഷം നമുക്ക് വരുന്നത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുവാനുള്ള ചോദ്യമാണ്. അത് നമ്മൾ ഒറ്റ വാക്കിലൂടെ ഉത്തരം എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങൾ നോക്കുമ്പോൾ ഒന്നാമതായിട്ട് വന്നത് തൗബയുടെ ഷർത്തുകൾ എത്ര എന്നുള്ളതാണ്. എത്ര ഷർത്തുകളാണ് തൗബക്കുള്ളത്? പറഞ്ഞു നോക്കൂ. 4 ഷർത്തുകളാണുള്ളത് അല്ലേ. ഈ 4 ഷർത്തുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കേണ്ട. കാരണം അടുത്തൊരു സെഷൻ ചോദ്യങ്ങളിൽ ചിലപ്പം അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്താ? 4 മദ്ഹബിൽ ഒന്ന് പിന്തുടരുന്നതിൻ്റെ വിധി എന്താണെന്നുള്ളതാണ്. 4 മദ്ഹബ് പിന്തുടരുന്ന വിധി എന്താണ്? നിർബന്ധമാണ് അല്ലേ. നിർബന്ധം എന്നുള്ളതാണ് ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം ഉള്ളത്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു രചിച്ച ഹദീസ് ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? എന്താണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു രചിച്ച ഹദീസ് ഗ്രന്ഥത്തിൻ്റെ പേര്? പറഞ്ഞു നോക്കൂ. മുവത്ത എന്നാണ് അല്ലേ. മുവത്ത എന്ന ഗ്രന്ഥമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു രചിച്ചത്. അടുത്ത ചോദ്യം, എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിക്കുന്ന ദോഷമേതാ? എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിച്ച് കളയുന്ന ദോഷം എന്താണ്? പറഞ്ഞു നോക്കൂ. റിദ്ദത്ത് അല്ലേ. റിദ്ദത്ത് എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിക്കുന്നതാണ്. വേറെ ചോദ്യം, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ വർഷം ഏത് വർഷത്തിലാണ്? നമ്മൾ നേരത്തെ ചോദ്യത്തിൽ കണ്ടു അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ചില ചോദ്യത്തിൽ ഉത്തരങ്ങൾ ഉണ്ടാവും, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഹിജ്റ എന്തിനാണ് വഫാത്തായത്? വഫാത്തായത് അവിടെ ചോദിച്ചതല്ലേ. അപ്പോൾ 150-ലാണ് നമ്മളവിടെ കണ്ടത്. ജനിച്ചതാണ് കേട്ടോ. അപ്പോൾ വഫാത്തായതാണ് ഇവിടെ ചോദിച്ചത്. 150-ലാണ് വഫാത്തായത് കേട്ടോ.
വേറെ ചോദ്യമുള്ളത് മൻ അബൂക്ക എന്ന ജുറൈജിൻ്റെ ചോദ്യത്തിന് കുട്ടി പറഞ്ഞ മറുപടി ആരാ? നേരത്തെ മൻ അബൂക്ക എന്നുള്ള ചോദ്യം നമ്മൾ കണ്ടുല്ലേ. അതിൻ്റെ മറുപടി എന്താ കുട്ടി പറഞ്ഞത്? പറയൂ. ഫുലാനുൻ റായി അല്ലേ, ഫുലാനുൻ റായി എന്നുള്ളതാണ് കുട്ടി പറഞ്ഞത്. അപ്പോൾ ആ ഒരു പാഠത്തിലുള്ള ചോദ്യവും അതിൻ്റെ ഉത്തരവും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആ പാഠത്തിലെ അറബിയിലുള്ള പാഠവും വളരെ പ്രധാനമാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. ഇനി അടുത്തൊരു ചോദ്യം ഉള്ളത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. വേറെ ചോദ്യ പേപ്പറിൽ തന്നെയാണ് ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ കേട്ടോ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരം എവിടെയായിരുന്നു? എവിടെയാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരം ഉണ്ടായിരുന്നത്? ഫലസ്തീനിലാണ് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ് ആര്? ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ് ആരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? പറഞ്ഞു നോക്കൂ. സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ എന്താണ്? ഹറാമാണ് അല്ലേ. അടുത്ത ചോദ്യം ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെയാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എവിടെയാണ് ജനിച്ചത്? പറഞ്ഞു നോക്കൂ. മദീനയിലാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജനിച്ചത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം അത് അള്ളാഹു തആലയുടെ പ്രകാശമാണ് ഏത്? അള്ളാഹുവിൻ്റെ പ്രകാശമാണ് ഏതിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞത്? ഇൽമ് അല്ലെങ്കിൽ അറിവ് അല്ലേ. ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ? അറിവ് തന്നെയാണ് അല്ലേ. അപ്പോൾ അറിവിനെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞു കേട്ടോ. ഇനി അടുത്ത ചോദ്യം മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥം രചിച്ചത് ആരാണ് മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥം രചിച്ചത്? നേരത്തെ നമ്മൾ പറഞ്ഞു. വേറെ രൂപത്തിലെ ചോദ്യം നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. ആരാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൻ്റെ പേരെന്താണെന്ന് നേരത്തെ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദ്യങ്ങൾ വരും, നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം വിശ്രമം എന്ന വാക്കിൻ്റെ അറബി പദം എന്താ? എന്താണ് വിശ്രമം എന്നുള്ളതിൻ്റെ അറബി? അറിയോ? ഓർമ്മ ഉണ്ടോ? ഇസ്തിറാഹത്ത് അല്ലേ. ഇസ്തിറാഹത്ത് എന്നുള്ളതാണ് വിശ്രമം എന്ന വാക്കിൻ്റെ അറബി കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ ഒരു വാചകമായിട്ട് എഴുതാണ് വേണ്ടത്, ഒറ്റ വാക്ക് മതിയാവില്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് കറാമത്ത് എന്നുള്ള ചോദ്യമാണ്. എന്താണ് കറാമത്ത്? നമ്മൾ പഠിച്ചതാണല്ലേ. ഖൗഫുൻ അലൈഹിം എന്നുള്ളൊരു പാഠമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. പറഞ്ഞു നോക്കൂ, നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കൂ. എന്താണ്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതത്തിനാണ് എന്ത് പറയുക? കറാമത്ത് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതങ്ങൾക്കാണ് എന്ത് പറയുക? കറാമത്ത് എന്ന് പറയാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? സ്ത്രീകൾക്ക് നേരെ അതിക്രമവും പീഡനങ്ങളും കൂടി വരാൻ പ്രധാന കാരണം എന്താ? സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു പാഠം നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ പാഠത്തിലെ. ആ പാഠത്തിൽ എന്താണ് നമ്മൾ പഠിച്ചത്? എന്ത് കാരണത്താലാണ് സ്ത്രീകൾക്ക് അതിക്രമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൂടി വരാൻ കാരണം എന്ന് പറഞ്ഞത്? പറഞ്ഞു നോക്കൂ. അറിയുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂട്ടോ. എന്താണ് ഉണ്ടായിരുന്നത്? ഇസ്ലാമിക നിയമം അവഗണിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുകയും മാന്യതയില്ലാത്ത വേഷങ്ങൾ ധരിക്കുകയും ചെയ്തത് കാരണമാണ് എന്തുണ്ടായത്? സ്ത്രീകളുടെ മേൽ ഇങ്ങനെ അതിക്രമങ്ങളും പീഡനങ്ങളൊക്കെ അധികരിക്കാൻ കാരണം അല്ലേ. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കട്ടോ. അടുത്ത ചോദ്യം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ജയിലടക്കാൻ കാരണം എന്താ? എന്ത് കാരണത്താലാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജയിലടച്ചത്? പറഞ്ഞു നോക്കൂ. അധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടച്ചു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം എന്താണ്? അധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ കേട്ടോ. അടുത്ത ചോദ്യം അറിവ് തേടി പുറപ്പെടുന്നവർക്ക് ലഭിക്കുന്ന നേട്ടം എന്താ? എന്താണ് അറിവ് തേടി പുറപ്പെടുന്നവർക്ക് ലഭിക്കുന്ന നേട്ടം പറഞ്ഞത്? പറഞ്ഞു നോക്കൂ. സ്വർഗത്തിലേക്കുള്ള വഴി അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അടുത്ത ചോദ്യം സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഉത്തമമായ സ്ഥലം ഏതാ? എന്താണ് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഉത്തമമായ സ്ഥലത്തെക്കുറിച്ച് പാഠത്തിൽ പറഞ്ഞത്? പറഞ്ഞു നോക്കൂ. വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കുന്നതാണെന്നല്ലേ. നമ്മൾ നേരത്തെ ചോദ്യം കണ്ടു അല്ലേ. ഇവിടെയും ആ ചോദ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചോദ്യം എന്താ? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള മറ്റൊരു ചോദ്യ പേപ്പറിലെ ചോദ്യമാണ് ആരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ? അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആർക്കാ അങ്ങനെ പറയാം? നമ്മളെന്താ പഠിച്ചത്? പറഞ്ഞു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ചര്യ അനുധാവനം ചെയ്യുന്നവർക്കാണ് എന്ത് പറയുക? അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുക അല്ലേ. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്താണെന്നുള്ള നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. മറ്റൊരു ചോദ്യം ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും എങ്ങനെയാണ് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടൽ? നമ്മളെന്താ പഠിച്ചത്? പറഞ്ഞു നോക്കൂ. നിസ്കാരം, നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ കൊണ്ട് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും അല്ലേ. ഇനി നെക്സ്റ്റ് ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ എവിടെ നിന്നാണ് ഈ പഴങ്ങളെല്ലാം ലഭിക്കുന്നത്? ആരോട് ചോദിച്ചു? എവിടെ നിന്നാണ് ഈ പഴങ്ങളെല്ലാം ലഭിക്കുന്നത്? ആരാണ് ചോദിച്ചത്? ആരോടാണ് ചോദിച്ചത്? നമ്മളെന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചു സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയോടാണ് ചോദിച്ചത് അല്ലേ. പഴങ്ങൾ കൊണ്ടുപോയി കൊടുത്തപ്പോൾ പഴങ്ങൾ കണ്ടപ്പം ചോദിച്ചതാണല്ലേ എവിടെ നിന്നാണ് ഈ പഴങ്ങളൊക്കെ കിട്ടുന്നത് ചോദിച്ചപ്പം എന്താ പറഞ്ഞത്? ഓർമ്മ ഉണ്ടോ?
ഒക്കെ നമ്മൾ അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ എന്താണ് മറുപടി പറഞ്ഞതെന്നൊക്കെ നമ്മൾ പഠിച്ചു വെക്കണുണ്ടോ ഇൻഷാ അല്ലാ. പിന്നെ അടുത്ത ചോദ്യം, സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ കൂടെ വേണം ആര്? സ്ത്രീകൾ പുറത്തു പോകുന്ന സമയത്ത് ആരാണ് കൂടെ വേണ്ടത്? പറഞ്ഞു നോക്കൂ. ആ ഭർത്താവോ മഹറമായ പുരുഷനോ അല്ലെങ്കിൽ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം അല്ലേ? അപ്പോൾ നമ്മൾ ആ രൂപത്തിൽ തന്നെ പഠിച്ചു വെക്കട്ടോ. ഭർത്താവോ മഹറമായ പുരുഷന്മാരോ അല്ലെങ്കിൽ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണമെന്നാണ് പറഞ്ഞിട്ടോ. അപ്പോൾ ആ രൂപത്തിൽ തന്നെ അത് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു 7 കൊല്ലം ആട്ടിറച്ചി തിന്നില്ല. അതിന് കാരണം എന്താ? 7 കൊല്ലം ആട്ടിറച്ചി തിന്നില്ല എന്ന് പറഞ്ഞില്ലേ ഇമാം അബു ഹനീഫ ഇമാമിനെ കുറിച്ച്? അതിന് കാരണം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കൂഫയിൽ കളവ് പോയ ആടിൻ്റെ മാംസം തൻ്റെ വയറ്റിൽ എത്തുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് എന്ത് ചെയ്തത്? അബു ഹനീഫ ഇമാം ആട്ടിറച്ചി കഴിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും എങ്ങനെ? നമ്മൾ നേരത്തെ കണ്ടൊരു ചോദ്യം തന്നെയാണ്. എന്താണ്, എങ്ങനെയാണ് ചെറുദോഷങ്ങൾ പൊറുക്കുന്നത്? നിസ്കാരം അതുപോലെ തന്നെ നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ കൊണ്ടാണ് എന്ത് ചെയ്യുക? ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടലേ. അപ്പോൾ നമ്മൾ ആ രൂപത്തിൽ തന്നെ അത് പഠിച്ചു വെക്കട്ടോ. ഇത് നമ്മൾ ചോദ്യം പരിചയപ്പെടുക ആ ഉത്തരങ്ങൾ കൂടി നമ്മൾ പഠിച്ചു വെക്കട്ടോ. അടുത്ത ചോദ്യം, ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളതാണ്. അതും നേരത്തെ നമ്മൾ കണ്ടു. ആരെക്കുറിച്ചാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് നമ്മൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും ചര്യ അനുധാവനം ചെയ്യുന്ന ആളുകൾക്കാണ് എന്ത് പറയുക? അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയട്ടോ. ഇതൊക്കെ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളാണ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണെന്ന് മനസ്സിലാക്കട്ടോ. പിന്നെ മനസ്സുകൊണ്ടുള്ള രിദ്ദത്തിന് ഒരു ഉദാഹരണം. മനസ്സുകൊണ്ട് പല രൂപത്തിൽ രിദ്ദത്ത് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ മനസ്സുകൊണ്ട് വരുന്ന രിദ്ദത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക, വ്യഭിചാരം, പലിശ, മദ്യപാനം പോലുള്ളവ ഹലാലാണെന്ന് കരുതുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളോട് ഒന്ന് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ ഏതെങ്കിലും ഒന്ന് എഴുതി കൊടുത്താൽ മതി. അടുത്ത ചോദ്യം ഉള്ളത് എന്താണ്? 16 തവണ തേൽ കുത്തിയിട്ടും മാലിക് റളിയല്ലാഹു അൻഹു ക്ലാസ് നിർത്തിയില്ല. ഇതിന് കാരണം എന്താ? 16 തവണ കുത്തിയിട്ടും നിർത്തിയില്ല. അതിന് കാരണം എന്താ പറഞ്ഞത്? ഹദീസിനോടുള്ള അനാദരവ് ഉണ്ടാകുമോ എന്ന ഭയം കാരണം അല്ലേ. അപ്പം ഹദീസിനോടൊരു അനാദരവ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അത്രയും തവണ കുത്തിയിട്ടും എന്താണ് ക്ലാസ് അവസാനിപ്പിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ എന്താണ്? 5 അല്ല 6 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരും കേട്ടോ. വലിയ മാർക്ക് നമുക്ക് നഷ്ടപ്പെടൽ ഈ ഒരു ഭാഗത്താണ്. നമ്മൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ എന്താണ്? കുറിപ്പ് എഴുതുക, 5 വരിയിൽ കുറയരുത്. അപ്പം 5 വരിയിൽ കുറയാത്ത രൂപത്തിൽ കുറിപ്പ് എഴുതാനാണ്. ഒന്ന് ഇൽമിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട്. അതിൽ നമുക്ക് ഒരു 5 വരി മാത്രം എഴുതിയാൽ മതി. ഒരുപാടും നമ്മൾ എഴുതണമെന്നില്ല. നമുക്ക് അറിയാവുന്ന ഒരു 5 വരിയിലുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. അറിവ് അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. അറിവ് പഠിക്കലും പഠിപ്പിക്കലും വലിയ മഹത്വമുള്ള കാര്യമാണ്. ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ച ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഓരോ മുസ്ലിം നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട വിജ്ഞാനങ്ങൾ പഠിക്കാൻ ഓരോ വ്യക്തിക്കും നിർബന്ധമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പാഠത്തിൽ പറഞ്ഞ ഒരു 5 വരിയിൽ നമ്മൾ കാര്യങ്ങൾ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇൽമിൻ്റെ മഹത്വം എന്നുള്ള ചോദ്യം നമുക്ക് ഉണ്ടാകും, വളരെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മദ്ഹബുകൾ എന്നുള്ള വേറെ ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ മദ്ഹബുകൾ എന്താണെന്നുള്ളത് നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കൃത്യമായിട്ട് മദ്ഹബുകളെക്കുറിച്ച് നമുക്കറിയാവുന്ന ഒരു 5 വരി കാര്യങ്ങൾ എഴുതി കൊടുക്കുക. അത് നമ്മൾ പാഠത്തിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ മറ്റൊരു ചോദ്യപേപ്പർ കാണുന്ന അതുപോലെ തന്നെ ഇൽമ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഇൽമ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. 6ാമത്തെ പാഠത്തിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ഒരു 5 വരിയിൽ നമുക്ക് അറിയാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ എഴുതി കൊടുക്കണം. ഈ 5 വരി നമ്മൾ മുഴുവനാക്കണം കേട്ടോ. കാരണം ഈ വരിക്കനുസരിച്ചൊക്കെയാണ് ഇപ്പോൾ മാർക്ക് ഇടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മുഴുവനായിട്ട് ആ വരി നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. ഇനി അടുത്തൊരു ചോദ്യം, അച്ചടക്കമുള്ള സ്ത്രീകൾ എന്നുള്ളതാണ്. അതും 5 വരിയിൽ എഴുതാനുള്ളതാണ്. 2ാമത്തെ പാഠത്തിലാണ് അതിനെ പ്രതിപാദിക്കുന്നത്. നമ്മളെന്ത് ചെയ്യുക? 5 വരിയിൽ മുഴുവനായിട്ട് സ്ത്രീകളെക്കുറിച്ചുള്ള അച്ചടക്കവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ എഴുതി കൊടുക്കണം. ഈ രൂപത്തിലാണ് നമ്മളെ പരീക്ഷയ്ക്കുള്ള പാഠങ്ങളും കാര്യങ്ങളൊക്കെ വരിക, ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരിക. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്കുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.